തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ പദ്ധതിയുമായി ബി.ജെ.പി. സംസ്ഥാന നേതൃത്വം. ബൂത്ത് നേതാക്കൾ മുതൽ സംസ്ഥാന നേതാക്കൾ വരെയുള്ളവർക്ക് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാം. കോർപ്പറേഷനുകളിലാണ് സംസ്ഥാന നേതാക്കൾ മത്സരിക്കുക. തിരുവനന്തപുരം കോർപ്പറേഷനിൽ 2 ഡിവിഷനുകൾ വീതം സംസ്ഥാന നേതാക്കൾക്ക് ചുമതല നൽകി. വിവരങ്ങൾ നൽകാൻ ഹരി മോഹൻ ചേരുന്നുണ്ട്. ഹരി, വലിയ ആസൂത്രണത്തോടെ മുന്നോട്ട് പോവുകയാണോ ബി.ജെ.പി. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട്? തീർച്ചയായിട്ടും രേഷ്മ, തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എല്ലാവിധ സന്നാഹങ്ങളും ഒരുക്കുക എന്നുള്ളതാണ് ബി.ജെ.പി. സംസ്ഥാന നേതൃത്വം ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. അതിന്റെ പശ്ചാത്തലത്തിലാണ് ഇന്നിപ്പോൾ ബി.ജെ.പി. ദേശീയ അധ്യക്ഷൻ ജെ.പി. നദ്ദ പങ്കെടുക്കുന്ന ബി.ജെ.പി. സംസ്ഥാന വിശാല നേതൃയോഗം, അതായത് പഞ്ചായത്ത് സമിതി മുതലുള്ള എല്ലാ നേതാക്കളും അടക്കം 3000-ഓളം പേർ പങ്കെടുക്കുന്ന വിശാല നേതൃയോഗം ഇന്നിപ്പോൾ വിളിച്ചു ചേർത്തിട്ടുണ്ട്. അതിന് മുന്നോടിയായി ചേർന്ന സംസ്ഥാന നേതൃത്വത്തിന്റേതായിട്ടുള്ള ഒരു തീരുമാനം പുറത്തു വന്നിരിക്കുന്നത് ബൂത്ത് നേതാക്കൾ മുതൽ സംസ്ഥാന നേതാക്കൾ വരെയുള്ളവർക്ക് കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാം എന്നുള്ളതാണ്. 2 കോർപ്പറേഷനുകളാണ് പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത്. അത് തിരുവനന്തപുരം, തൃശൂർ കോർപ്പറേഷനുകളാണ്. ഈ 2 കോർപ്പറേഷനുകളിലും ഭരണം പിടിക്കുക എന്നുള്ളതാണ് ബി.ജെ.പി. ഇപ്പോൾ ലക്ഷ്യമിടുന്നത്. അതുകൊണ്ട് തന്നെ സംസ്ഥാന നേതാക്കൾ അടക്കമുള്ളവർ മത്സരിക്കണം എന്നുള്ള നിർദ്ദേശമാണ് നൽകിയിട്ടുള്ളത്. കൂടാതെ മുനിസിപ്പാലിറ്റികൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കണം, പഞ്ചായത്തുകളിൽ ജില്ലാ നേതാക്കൾ അടക്കമുള്ളവർ മത്സരിക്കണം തുടങ്ങിയ നിർദ്ദേശങ്ങളാണ് നൽകിയിട്ടുള്ളത്. കൂടാതെ തിരുവനന്തപുരം കോർപ്പറേഷനെ പ്രത്യേകമായി ബി.ജെ.പി. ലക്ഷ്യം വെക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ തിരുവനന്തപുരം കോർപ്പറേഷനിലുള്ള 2 ഡിവിഷനുകൾ വീതം സംസ്ഥാന നേതാക്കൾക്ക് ചുമതല നൽകുക എന്നുള്ളതാണ്. അതായത് ഒരു സംസ്ഥാന നേതാവിന് 2 ഡിവിഷൻ വെച്ചിട്ടാണ് തിരുവനന്തപുരം കോർപ്പറേഷന്റെ ചുമതല തെരഞ്ഞെടുപ്പിന് വേണ്ടി നൽകുക എന്നുള്ളതാണ്. ഒപ്പം അത് കൂടാതെ തന്നെ 2 ജില്ലകൾ വെച്ച് ഓരോ സംസ്ഥാന നേതാവിനും പ്രത്യേകമായി ചുമതല നൽകും. അത് നിയമസഭാ തെരഞ്ഞെടുപ്പിന് വേണ്ടിയുള്ളതാണ്. ഇത്തരത്തിലുള്ള ഒരുക്കങ്ങളാണ് എന്തായാലും ബി.ജെ.പിയുടെ നേതൃത്വത്തിൽ പ്രധാനമായിട്ട് നടക്കുക. കൂടാതെ എടുത്തു പറയേണ്ടുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് 1600-ഓളം ജനപ്രതിനിധികളാണ് നിലവിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ബി.ജെ.പിക്ക് ഉള്ളത്. അതിൽ നിന്ന് ഉയർത്തുക, ഒപ്പം തന്നെ 2 കോർപ്പറേഷനുകളിലും 25 മുനിസിപ്പാലിറ്റികളിലും 100 പഞ്ചായത്തുകളിലും ഭരണം പിടിക്കുക തുടങ്ങിയവയാണ് ബി.ജെ.പി. ലക്ഷ്യമിടുന്നത്. ഇനിയിപ്പോൾ ജെ.പി. നദ്ദയുടെ വരവോടുകൂടി പ്രവർത്തനങ്ങൾക്ക് ഒരു മാർഗരേഖ തയ്യാറാക്കാൻ കൂടി ബി.ജെ.പി. ഉദ്ദേശിക്കുന്നുണ്ട്. കൂടാതെ ഉപതെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി നിർണയം, സംസ്ഥാന ജില്ലാ സമിതികളുടെ പുനഃസംഘടന തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ ഇന്ന് ചർച്ചയാകും എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ കരുതുന്നത്.